അകത്തോട്ട് നമസ്കാരം. കനത്ത മഴ. എരമംപാട് 19 വെട്ടുകാടിന് സമീപം കുഞ്ഞിക്കൊച്ചി റോഡിലെ 10ഓളം വീടുകളിൽ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായിരിക്കുകയാണ്. പെയ്ത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് റോഡിലും വീട്ടുമുറ്റത്തും വെള്ളം കയറിയിരിക്കുകയാണെന്ന് വീട്ടുകാർ പറയുന്നു. സ്ഥലം വാടകത്തിനും പഞ്ചായത്ത് പ്രസിഡന്റിനും പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പരാതിക്കാർ ആരോപിച്ചു. വെള്ളം കയറിയതിനെ തുടർന്ന് കിണറിലേക്കും അടുക്കള ഭാഗത്തും വെള്ളം കയറി ദുരിതത്തിലായിരിക്കുകയാണ് വീട്ടുകാർ. അടിയന്തര ഇടപെടൽ നടത്തി വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നും അല്ലാത്തപക്ഷം മറ്റ് സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും വീട്ടുടമസ്ഥർ പറയുന്നു. ഗർഭിണികളടക്കം നിരവധി വിദ്യാർത്ഥികൾക്കും വൃദ്ധരും അടങ്ങുന്ന കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നതെന്നും മഴക്കാലം വന്നതോടെ മഞ്ഞപ്പിത്തം മറ്റ് സാംക്രമിക രോഗങ്ങളും വരാൻ സാധ്യതയേറുന്നുവെന്നും ആരോഗ്യവകുപ്പും പഞ്ചായത്തും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് സുരേഷ്, അലി, ഷിയാസ് തുടങ്ങിയവർ പറഞ്ഞു. ഞങ്ങളുടെ വീടാണ് കാണുന്നത്. വെള്ളം കേട്ട് അങ്ങോട്ട് നടക്കാനും പറ്റാതെ ഞങ്ങളുടെ വീട് ജന്തുക്കളൊക്കെ വരുന്നതാണ്. ഞങ്ങളുടെ ഈ സ്ഥലം ഇവിടെ കുന്നുംപുറം കുഞ്ഞിക്കൊച്ചിലെ ഈ സ്ഥലം ഈ വെള്ളക്കെട്ടാണ്. ബാക്കിലും വെള്ളം, ഫ്രണ്ടിലും വെള്ളമാണ്. ഞങ്ങളുടെ കൊച്ചുങ്ങൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാനും പറ്റണില്ല. ഞങ്ങള് ഒരാള് വന്ന് നോക്കാനും കൂടി മഞ്ഞില്ല. ഞങ്ങളെല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അന്ന് നോക്കിയാൽ തന്നെ പിന്നെ ആ കണ്ടത് പോയതിനായിട്ട് പിന്നെ പഞ്ഞില്ലാരും. എന്നാ റോഡ് പണിതപ്പം മര്യാദയ്ക്ക് പഞ്ച് പോലെ ആകൃതിയിലാണ് ആ ഏറ്റവും പൊക്കി നടുക്ക് കുഴിയായി. വെള്ളം അങ്ങനെ പോകും. അപ്പൊ എന്തെങ്കിലും ഞങ്ങൾക്ക് ഇതില് ചെയ്തു തരണം. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ 2-3 പ്രാവശ്യം പരാതി കൊടുത്തിട്ട് ആരും മൈൻഡ് ചെയ്യാനില്ല. കുട്ടികളൊക്കെ ഇറങ്ങി നടക്കുന്ന സ്ഥലമാണ്. കിടക്കാണ്. ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. പഠിത്തമാണെങ്കിൽ തുടങ്ങാറായിട്ടുണ്ട്. സ്കൂള് തുറന്നു കഴിയുമ്പോൾ പിള്ളേർക്ക് ഇതിൽ തന്നെ ഈ വഴി തന്നെയാണ് പോകാൻ വഴിയുള്ളൂ. ഇവിടെ ഗർഭിണികളുണ്ട്, കുട്ടികളുണ്ട്, കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് പുറത്തേക്ക് ഒന്നും എന്തിനും ഇറങ്ങാൻ പറ്റില്ല. ഗർഭിണികൾക്ക് ആശുപത്രിയിൽ പോകണം. അപ്പം ഈ വെള്ളത്തിൽ കൂടെ അങ്ങനെ പോകും. കുഞ്ഞു കൊച്ചുങ്ങൾക്കാണെങ്കിൽ പനി വന്നേക്കാണ്. ഇപ്പം എന്ത് ചെയ്യും ഞങ്ങള്? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ വെള്ളക്കെട്ടാണ്. ഇപ്പോൾ നോക്കിയാലും വെള്ളക്കെട്ട് വർഷം മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടാണ് മൊത്തത്തിൽ. ഇപ്പോൾ പഞ്ചായത്തുകാർ പേപ്പർ വിടും എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി ഇതും പറഞ്ഞിട്ട് ഇരിക്കണം. ഇതുവരെ അതിന് തീരുമാനമായിട്ടില്ല.